ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. മഴയൊക്കെ അല്ലേ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഞാൻ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി അച്ചാറാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം. തണുക്കുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു 1/2 കിലോ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇത് 1/2 കിലോ വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വേറൊരു മെത്തേഡുണ്ട് ഈ വെളുത്തുള്ളി അച്ചാറിടാനായിട്ട്. നമ്മൾ വെളുത്തുള്ളി ആദ്യമേ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കും, ഒന്ന് ആവി കയറ്റിയെടുക്കും. അപ്പോഴത്തേക്കും വെളുത്തുള്ളി ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ ചേർക്കും കേട്ടോ. പക്ഷെ അതിനേക്കാളും ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയിൽ കിടന്ന് ഇതങ്ങ് ചൂടായിക്കോളും. ഈ സമയത്ത് ഒരു 5-6 കാന്താരി മുളകാണ്, വെള്ളക്കാന്താരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അച്ചാറാണിത് കേട്ടോ. കാരണം ഇത് ചൂടാണ്. വെളുത്തുള്ളി എന്ന് പറയുന്നത് ചൂടുള്ള സാധനമാണ്. അപ്പോൾ മഴക്കാലം തണുപ്പല്ലേ, ആ തണുപ്പത്ത് നമുക്ക് ഈ അച്ചാർ കൂട്ടുന്നത് നല്ലതാണ്. വയറിനൊക്കെ നല്ലതാണ്, ഗ്യാസിന് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റുന്നുണ്ട്. വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടി രണ്ടും കൂടെ മിക്സായിട്ട് പൊടിച്ചതാണ്. 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ എരിവില്ല കേട്ടോ. കണ്ടാൽ നല്ല എരിവൊക്കെ തോന്നുമെങ്കിലും അത്ര എരിവില്ല. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ കടുകുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1-2 ഐറ്റംസ് കൂടെയൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഈ സമയം നമുക്ക് കായമാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണോളം കായം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കായപ്പൊടി. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യമേ ഞാനൊരു 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം, ഇതിൽ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ 1/2 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത്, അങ്ങനെ മൊത്തം 1 കപ്പ് വിനാഗിരി ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കണ്ടാൽ അറിയാമല്ലോ. ഇതിന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നല്ല പരുവായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ പൊടികളൊക്കെ ഇട്ട സമയത്ത് സ്റ്റൗ ഓഫാക്കിയിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരട്ടെ. അപ്പോൾ ഒക്കെ തിളച്ച് തണ്ട നല്ല കുറുകി നല്ല പരുവായിട്ടില്ലേ. പിന്നെ ഇത് ചട്ടിയിലിരിക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. ഇത്രയേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈസി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.